നമ്മളോട് ഇങ്ങനെ ഒരു സ്നേഹവും കരുതലൊക്കെ കാണിച്ചിരുന്ന ഒരു കാലമുണ്ട്. അത് കുട്ടിപ്രായമാണ്, ചെറിയ പ്രായം. ചെറിയ പ്രായത്തിൽ ഇപ്പോൾ സ്കൂൾ കാലം അല്ലെ കോളേജ് കാലം എന്നൊക്കെ പറയുന്ന ഒരു സമയം വരെയെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടാവും. അവരുടെ ശരീരമൊക്കെ നല്ല ഭംഗിയിലൊക്കെ ശ്രദ്ധിച്ചൊക്കെ കൊണ്ടു നടക്കും. തടി കൂടാൻ പാടില്ല, മുടി കൊഴിയാൻ പാടില്ല, മുഖത്തൊരു പുരു പോലും വരാൻ പാടില്ല, നഖമൊക്കെ നല്ല ഷേപ്പിലൊക്കെ ഇരിക്കണം. അങ്ങനെ പുരുകൊക്കെ ഇങ്ങനെ പെൺകുട്ടികളാണെങ്കിൽ അതൊക്കെ നല്ല ഭംഗിയിലൊക്കെ വരച്ച് വെച്ച് ത്രെഡ് ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങനെ സ്നേഹിച്ച് കൊണ്ടു നടക്കും. ആ കാലത്ത് നമുക്ക് കാര്യമായ അസുഖങ്ങളൊന്നുമില്ല. ഇതെന്ന് നമ്മൾ മറക്കുന്നു. ഈ ശരീരത്തെ ഒരു പ്രത്യേക ഘട്ടത്തും മറക്കൂലേ. മറ്റേ ജോലി കിട്ടി, അപ്പോൾ വേറെ ശ്രദ്ധ മാറി, പ്രാരാബ്ധങ്ങളായി, പിന്നെ നമുക്ക് ശരീരത്തെ നോക്കിയിരിക്കാൻ സമയമില്ല, അല്ലെ ഭർത്താവായി, കുട്ടികളായി, വേറെ തിരക്കുകളായി. അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ഈ ശരീരത്തെ മറക്കുകയാണ്. എത്ര പേരൊന്ന് ഓർത്തിട്ടുണ്ടെന്ന് ഞാൻ ശ്വാസം വലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം? സ്വയം ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? നമ്മൾ എത്ര തവണ ശ്വാസം വലിച്ചു? ഇന്ന് എൻ്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര തവണ ഓർത്തിട്ടുണ്ട്? ഒന്നും ഓർക്കുന്നില്ല. നമുക്ക് നമ്മളെ ഓർമ്മയില്ല. നമുക്ക് നമ്മുടെ ഈ ശരീരത്തെ ഒരു ഓർമ്മയില്ല. എപ്പോഴാണ് ഓർമ്മ വരുന്നത്? ആരെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കുഴപ്പമില്ലല്ലോ, ഞാൻ കൊള്ളാലോ എന്ന് ചിലപ്പോൾ ഓർമ്മ വരും. അല്ല കണ്ണാടിയിൽ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരി, എന്നെ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നതല്ലേ എന്ന് ഓർമ്മ വരും. ഇത്രയ്ക്കൊക്കെ വാസ്തവത്തിൽ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് അറിയുള്ളൂ, അല്ലാതെ നമ്മൾ ഒന്നും ഓർക്കാറില്ല. ഇപ്പോൾ ഒരു മുള്ള് കറച്ചാൽ പോലും വലിച്ചു കളഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിൽ കവിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കെയർ കൊടുക്കണം. അയ്യോ വേദനിച്ചോ എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് അല്ലെ വേറൊരാളെ നമ്മൾ എങ്ങനെയാണോ സമാധാനിപ്പിക്കുക, നിനക്കിപ്പോൾ ഓക്കെ അല്ലേ, കുഴപ്പമില്ല, മുള്ള് തറച്ചതിൻ്റെ വേദനയൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്ന പോലെ എന്താ അവനോട് ചോദിച്ചാൽ ഇതൊരു പാവം ശരീരമല്ലേ. അങ്ങനെ ഒരു കെയർ നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ശരീരത്തിലുണ്ടാവുന്ന ഒരു ആരോഗ്യം ചില്ലറയായിരിക്കില്ല. കാരണം ഇതൊന്നും നമുക്ക് 5 പൈസ ചിലവില്ലാത്ത കാര്യമാണ്. സ്വയം സ്നേഹിക്കാൻ, സ്വയം ഒന്ന് കെയർ ചെയ്യാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? വേണ്ടല്ലോ. ഇപ്പം നമുക്ക് ഇന്ന് ഭയങ്കര വിഷമായിട്ടിരിക്കുന്ന ഒരു ദിവസമാണെന്ന് വിചാരിക്കുക, ഭയങ്കര വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇന്ന് ആകെപ്പാട് നമ്മളാകെ പരിഹാസ്യനായി, എല്ലാവരും കൂടി നമ്മളെ പരിഹസിച്ചു എന്നൊക്കെയുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ അവരെക്കുറിച്ചിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് എന്താ കാര്യം? നമുക്കല്ലേ ദുഃഖം വന്നത്. നമ്മൾ ദുഃഖം വന്ന ഒരു കൂട്ടത്തിലല്ലേ നിൽക്കണ്ടേ? അപ്പോൾ നമ്മൾ നമ്മളുടെ കൂട്ടത്തിലിരിക്കണം. അയാൾ പറഞ്ഞിട്ടുണ്ട് സാരില്ല, എന്നിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, നീ സമാധാനമായിട്ടിരിക്കുക എന്ന് നമ്മളോട് പറയാൻ വേറെ ലോകത്ത് ആരും വരില്ല. സ്വയം പറഞ്ഞോളണം. നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഈ ശരീരം, ഈ മനസ്സുമല്ലേ. ഇവർ രണ്ടുപേരും പരസ്പരം സഹകരിക്കണം. ഏറ്റവും വലിയ കൂട്ടുകാർ ഈ ശരീരവും ഈ മനസ്സുമായി മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉള്ള കാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ.